മനോഹരമായ ഒരു പ്രഭാത സംഗമത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശനിയാഴ്ച നമ്മൾ ഡിസ്കഷൻ നടത്തിയതുപോലെ എന്താണ് സാൻവോസിറ്റിയുടെ പ്രോജക്റ്റ് ആൻഡ് പ്രോഡക്റ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡൻസ് ലഭ്യമാകൂ. അതോടൊപ്പം നമ്മൾ പ്രോസ്പെക്റ്റിംഗ് നടത്തുന്നവരോട് കോൺഫിഡൻസോടുകൂടി സംസാരിക്കുവാൻ നമുക്ക് സാധ്യമാകൂ. അതിലേറെ പ്രധാനം അവർക്ക് അവയർനെസ് മാർക്കറ്റിംഗ് നൽകുവാൻ നമുക്ക് സാധ്യമാകും. ഓരോ കമ്പനിയും അവരുടെ പ്രോഡക്റ്റുകൾ കൃത്യമായി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധേയമായ ഇന്നോവേറ്റീവായ പല പ്രോജക്റ്റുകളും പല മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഉപയോഗപ്പെടുത്താറുണ്ട്. ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ കുറിച്ചാണ് കസ്റ്റമേഴ്സ് ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നത്. അതിൽ നിന്നാണ് അത് ഞാനും സ്വീകരിക്കേണ്ടതാണ് എന്ന വൈറൽ മാർക്കറ്റിംഗ് സമൂഹം പ്രചരിപ്പിക്കുവാനുള്ള കാരണം. പല കമ്പനികളിലും ഉണ്ടാകുന്ന അവരുടെ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്ന അമിതമായ വിഷാംശങ്ങൾ ഉൾപ്പെടുന്ന പല വാർത്തകളും നമ്മൾ അറിയാതെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പങ്കുവെക്കുന്നത്, അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ICUമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ നമ്മൾക്ക് ലഭിച്ചാൽ അത് നമ്മൾ അറിയുന്ന ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് മാർക്കറ്റിംഗ് തന്നെയാണ്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഈ അവയർനെസ് മാർക്കറ്റിംഗ് എന്നുള്ളത് പ്രോസ്പെക്റ്റിങ്ങിൽ ഏറ്റവും പ്രധാനവും നമ്മുടെ ക്ലോസിംഗിൽ ഏറ്റവും പ്രധാനമായ പങ്കുവഹിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ സാൻവോസിറ്റി ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അവയർനെസ് മാർക്കറ്റിംഗിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ നിലവിലുള്ള കോഴ്സുകളും അതോടൊപ്പം എന്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ എന്ന അവയർനെസ് മാർക്കറ്റിംഗിന്റെ ഫസ്റ്റ് തലം ഇത് സംസാരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പ്രോസ്പെക്റ്റിംഗ് നടത്തുന്ന സമയത്ത് അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസ് നമ്മളെ കേൾക്കുകയുള്ളൂ. നമ്മൾ പല പ്രൊമോ വീഡിയോസുകളും കാണുമ്പോൾ അതിന്റെ ആരംഭം ഇങ്ങനെയാണ്: നിങ്ങൾ സ്ഥിരമായി മുതുകുവേദന അനുഭവപ്പെടുന്നവരാണോ? കണ്ണിന്റെ പ്രശ്നം നിങ്ങളെ ഇപ്പോഴും അലട്ടുന്നുണ്ടോ? ക്ലിനിക്കുകളുടെയും ഹോസ്പിറ്റലുകളുടെയും ഒക്കെ പരസ്യത്തിൽ അവരുടെ പരസ്യ ബോർഡുകളിൽ ഈ തലവാചകം നമുക്ക് കാണാം. എന്തിനാണത്? അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ. ഇസ് ഇറ്റ് കറക്റ്റ്? അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കുഞ്ഞ് ഇന്ന സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണോ എന്ന് ചോദിച്ച് അവരെ നമ്മൾ പരസ്പരം റാപ്പോ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഡക്റ്റ് എനിക്കും എൻ്റെ കുഞ്ഞിനും ആവശ്യമുള്ളതാണ് എന്ന് കസ്റ്റമറിന് ബോധ്യപ്പെടണമെന്നുണ്ട് എങ്കിൽ അവർക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായ ഒരു ഇൻസൈറ്റ് കൊടുക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. അന്ന് ഇല്ലാത്തവർക്ക് വേണ്ടി ആ വാചകം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ആദ്യം നമ്മൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടത്, സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രമായിരുന്നു. അന്ന് സ്കൂൾ എഡ്യൂക്കേഷന്റെയൊക്കെ രൂപവും രീതിയും എക്സാമിന്റെ മോഡും ഒക്കെ മറ്റൊരു തലത്തിലായിരുന്നു. പിന്നീട് അത് മാറി അന്ന് ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും ഒക്കെ ആയിരുന്നു 10ാം ക്ലാസ്സിന്റെ വലിയ അട്രാക്ഷൻ എങ്കിൽ പിന്നീട് ഫുൾ A+ എന്ന ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് കുട്ടികൾക്കിടയിലെ മാനസിക സമ്മർദ്ദം കുറക്കുക എന്ന ഒരു പരിഹാരമായിട്ടാണ് അത്തരം ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഫുൾ A+ കിട്ടുക എന്നതായി പിന്നീടുണ്ടായ വലിയ ക്രൈസിസ്. ഒരിക്കലും മാനസിക സംഘർഷങ്ങൾ അവസാനിക്കുകയല്ല, അധികരിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫോർമാറ്റും അത് തന്നെയാണ്, ഫുൾ A+. ആ ഫുൾ A+നെ മാനദണ്ഡമാക്കിയിട്ടാണ് ഒരു സ്കൂളിന്റെ റെക്കഗ്നീഷൻ, ഒരു സ്കൂളിന്റെ ക്രെഡിബിലിറ്റി, ആ സ്കൂളിന് ഗവൺമെന്റിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഫണ്ടിങ് കൊടുക്കുന്നതിന്റെ മാനദണ്ഡം, ഇങ്ങനെയെല്ലാം സ്കൂളിന്റെ ഫുൾ A+ എന്നുള്ളത് വലിയൊരു ക്രൈറ്റീരിയയായി മാറി. അപ്പോഴും അത് നേടിയെടുക്കുക എന്നുള്ളത് കുട്ടികളുടെ അനിവാര്യതയുമായി അത് നേടിയെടുക്കുവാനുള്ള നിരന്തരമായ പ്രഷറിങ് അവരിലേക്ക് നിരന്തരം ചെന്നുകൊണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മിനിയാന്ന് സംസാരിച്ചതും പ്രോസ്പെക്റ്റിംഗിൽ ഏറ്റവും ആദ്യം നിർബന്ധമായും പറയേണ്ടതുമായ ഒരു വിഷയം, പഴയ കാലത്ത് സ്കൂളിംഗ് എന്നുള്ളത് സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രമായിരുന്നു. പിന്നീട് അതിലേക്ക് ട്യൂഷൻ സംവിധാനങ്ങൾ കയറി വന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പഠനത്തെ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ സ്കൂളിനെ പോലെ തന്നെ ഗൗരവമുള്ളതായി അവധിക്കാലം മുതൽ ആരംഭിക്കുന്ന ട്യൂഷൻ ക്ലാസ്സുകൾക്ക് ഫോക്കസ് നൽകി.
എന്നാൽ കൊറോണ കാലം മുതലാണ് അതല്ലെങ്കിൽ അതിന്റെ ഒരു 5 വർഷം മുൻപ് 2015-16 കാലഘട്ടം മുതലാണ് ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ആൾട്ടർനേറ്റീവായ റെഗുലർ എഡ്യൂക്കേഷൻ സപ്പോർട്ടിംഗ് സിസ്റ്റം രൂപപ്പെടുന്നത്. ഇന്ന് അത് ഏറെ വ്യാപകമാണ്. അത് രക്ഷിതാക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട, പ്രോസ്പെക്റ്റിങ്ങിൽ സംസാരിക്കേണ്ട ഒറ്റവാചകം ഇതാണ്: സ്കൂൾ എന്ന് പറഞ്ഞാൽ നേരത്തെ സ്കൂളിൽ പോകുന്ന 10 to 4 സമയം മാത്രമായിരുന്നു. പിന്നീട് അത് മോർണിംഗിലോ ഈവനിങ്ങിലോ ഓഫ് ഡേയ്സിലോ വരുന്ന ട്യൂഷൻ സംവിധാനം കൂടി അതിലേക്ക് ചേർന്നു. ഇന്ന് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം കുഞ്ഞ് സ്കൂളിൽ പോകുന്നു, ആൾട്ടർനേറ്റീവായ സമയങ്ങളിൽ ട്യൂഷൻ സെന്ററുകളിൽ പോകുന്നു, അല്ലെങ്കിൽ പേഴ്സണൽ ട്യൂഷൻ സംഘടിപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ മൂന്നാമത്തേത് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ കുഞ്ഞ് ഫോളോ ചെയ്യുന്നു. അതിന്റെ കാരണവും ഇനിയാണ് നമ്മൾ സംസാരിച്ചു. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ: സ്കൂളും ട്യൂഷനും. അതാണ് രക്ഷിതാക്കളെ നമ്മൾ ഹുക്ക് ചെയ്യേണ്ട പോയിന്റ്. സ്കൂളും ട്യൂഷനും ഒരിക്കലും കുട്ടികളുടെ പ്രിഫറബിൾ സമയമല്ല. അത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രിഫറബിൾ സമയമാണ്. സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞിന് ഒരു ദിവസത്തെ 5 മണിക്കൂർ വരുന്ന വർക്കിംഗ് ടൈമിൽ ഒരുപക്ഷെ 2 മണിക്കൂറായിരിക്കും അറ്റൻഷനോടുകൂടി ഇരിക്കാൻ പറ്റുന്നത്. ട്യൂഷൻ സെന്ററിലും തഥൈവ. ഒരിക്കലും അവിടെ ഒരു കുഞ്ഞിന്റെ പഠിതാവിന്റെ പഠന സമയത്തെയോ അവരുടെ പഠന താല്പര്യത്തെയോ ഒരിക്കലും അവിടെ വില കൽപ്പിക്കുന്നില്ല. അത് സാധ്യവുമല്ല. എന്നാൽ ഒരു ആപ്ലിക്കേഷൻ ഒരു കുഞ്ഞ് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് പഠിക്കണമെന്ന് തോന്നുന്ന താല്പര്യമുള്ള സമയത്ത് ആ കുഞ്ഞിന് സ്വന്തമായി അത് പഠിക്കുവാനും അധ്യാപകരുമായി സംവദിക്കുവാനും കേൾക്കുവാനുമുള്ള അവസരം ലഭ്യമാകുന്നു എന്നതാണ് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്നതിലൂടെ ഒരു കുഞ്ഞിന് ലഭ്യമാകുന്നത്. ഇതാണ് നമ്മുടെ പ്രോസ്പെക്റ്റിങ്ങിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയേണ്ട കാര്യം. ക്ലിയർ ആണല്ലോ? പ്രോസ്പെക്റ്റിങ്ങിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ട് ആ കുഞ്ഞു പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ് എന്ന് കരുതുക. 10ാം ക്ലാസ്സിൽ നമുക്ക് 3 പ്രോഡക്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ചില ബേസിക് ആയ കാര്യങ്ങൾ. ഇപ്പൊ നിലവിലുള്ള പാക്കേജ് പാറ്റേൺ പ്രകാരം 10ാം ക്ലാസ് ഒരു ലീവിംഗ് സർട്ടിഫിക്കേഷൻ തന്നെയാണ്. പക്ഷെ ഈ വർഷം ഒരുപക്ഷെ അത് അതിന്റെ അവസാനത്തെ വർഷമായേക്കാം. അടുത്ത വർഷം 10ാം ക്ലാസ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം 9, 10, 11, 12 ഇപ്പോൾ നമ്മൾ കാണുന്ന ഹയർ സെക്കൻഡറി +1, +2 മാത്രമാണ് എങ്കിൽ നെക്സ്റ്റ് അക്കാദമിക് ഇയർ മുതൽ 9, 10, 11, 12 ക്ലാസ്സുകൾ ഹയർ സെക്കൻഡറി ആണ്. ഐ റിപ്പീറ്റ്, 9, 10, 11, 12 ക്ലാസ്സുകൾ നെക്സ്റ്റ് ഇയർ മുതൽ ഹയർ സെക്കൻഡറി കാറ്റഗറിയിലാണ് വരുന്നത്. 8ാം ക്ലാസ് വരെ ഒരു പാക്കേജും അവിടുന്ന് അങ്ങോട്ട് മറ്റൊരു അപ്പർ ലെവലുമായിട്ടാണ് പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരവും പുതിയ കമ്മീഷൻ പ്രകാരവും അതിന്റെ സിസ്റ്റമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷമാണ് 10th ഏറ്റവും പ്രധാനമായ ഒരു ടേണിംഗ് ആയി നിലനിൽക്കുന്ന അവസാന വർഷം. അതുകൊണ്ട് തന്നെ അത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതുമാണ്. ഈ വർഷത്തെ ഏറെ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം നേരത്തെ നമ്മൾ പറയാറുണ്ടായിരുന്നു, 97ലാണ് പ്രീ ഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ച്. ഞാൻ ആ ലാസ്റ്റ് ബാച്ച് ആണ് എന്ന് ഓർമ്മയുണ്ടാകും. അതുപോലെയാണ് ഈ ഒരു സ്റ്റേജ്. SSLCക്ക് അല്ലെ 10th എക്സാം കോമൺ എക്സാം ആയി, പബ്ലിക് എക്സാം ആയി പരിഗണിച്ചിരുന്ന ലാസ്റ്റ് വർഷമാണ് 2025-26 അക്കാദമിക് ഇയർ. അതുകൊണ്ട് ഈ വർഷം അതിന് ഏറെ പ്രാധാന്യം നിലനിൽക്കുന്നു എന്നതാണ് നമ്മൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന വിഷയം. ഒരുപക്ഷെ കുട്ടികളും രക്ഷിതാക്കളും ഇതിൽ നമ്മളെക്കാൾ അവെയർ ആയിരിക്കാം പലരും. ഇനി SSLC മലയാളം മീഡിയത്തിലേക്ക് നമുക്ക് എൻട്രി ആവാം. എന്താണ് SSLC മലയാളം മീഡിയം? എന്താണ് SSLC? സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. അതിന് മുകളിലുള്ളത് ഹയർ സെക്കൻഡറി, ഒന്ന് HS-ഉം മറ്റേ HSS-ഉം. സാധാരണ അങ്ങനെയാണ് പറയുന്നത്: LP, UP, HS, HSS, കോളേജ്. ഐ റിപ്പീറ്റ്, LP, UP, HS and HSS. LP ലോവർ പ്രൈമറി, UP അപ്പർ പ്രൈമറി, HS ഹൈ സ്കൂൾ, HSS ഹയർ സെക്കൻഡറി സ്കൂൾ. ക്ലിയർ ആണല്ലോ?
ഒന്ന് ഹയർ സെക്കൻഡറിയും മറ്റത് സെക്കൻഡറിയും. അതിനാണ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്കൂളാണ്. SSLC എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. ഇതൊന്നും ഒരു രക്ഷിതാവിന് മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതല്ല. പക്ഷെ നമുക്കുണ്ടാവേണ്ട ഒരു കോമൺ അവയർനെസ് ആണ്. സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടാവും, ഫുൾ ഫോം അറിഞ്ഞണമെന്നില്ല. സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് ഒരു കുട്ടിയുടെ ലൈഫിൽ 15-16 വയസ്സിൽ ലഭിക്കുന്ന അടുത്തത് നമ്മൾ സംസാരിക്കേണ്ട പോയിന്റ് ഇതാണ്. ഒന്നാമത് നമ്മൾ സംസാരിക്കേണ്ട പോയിന്റ്, എന്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ കുഞ്ഞിന് ആവശ്യമാണ്. പലരുടെയും പ്രസന്റേഷൻ കേട്ട് കഴിയുമ്പോൾ രക്ഷിതാക്കൾക്ക് മനസ്സിലാണില്ല, ഇതിപ്പോ 10ാം ക്ലാസ്സിന്റെ കൂടെ എന്റെ കുട്ടി വേറെ പഠിക്കേണ്ട വിഷയമാണ് എന്ന് വരെ തെറ്റിദ്ധരിച്ച പ്രോസ്പെക്ടിങ്ങുകളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായ? പ്രസന്റേഷൻ മുഴുവൻ കഴിഞ്ഞപ്പം സ്കൂൾ പഠനത്തിന്റെ കൂടെ കുഞ്ഞ് മറ്റെന്തോ പഠിക്കേണ്ടതാണ് എന്ന് തെറ്റിദ്ധരിച്ച രക്ഷിതാക്കളുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാന കാരണം എന്താ? നമ്മുടെ പ്രോസ്പെക്ടിങ് കറക്റ്റ് ആയില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊരിക്കലും പുതിയ പഠനമോ വേറെ വിഷയങ്ങളോ അല്ല. സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ട്യൂഷനിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ആ പഠിക്കുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ആവശ്യമാണ് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ നിർവഹിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണം? അതിന് 3 കാരണങ്ങൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുക. ഐ റിപ്പീറ്റ്. ഒന്നാമത്തേത്, എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ? സ്കൂളിംഗ്, ട്യൂഷൻ പ്ലസ് ആപ്ലിക്കേഷൻ. അതിന്റെ ഫസ്റ്റ് കാരണം പറയുക. SLC എന്നുള്ളതിനെ എന്തുകൊണ്ട് പ്രാധാന്യം കൽപ്പിക്കണം? അത് അതിന്റെ സെക്കൻഡ് ആയ കാരണം പറയുക. എന്തുകൊണ്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണം എന്നതാണ് മൂന്നാമത്തെ വിഷയം. എന്തുകൊണ്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണം? ആപ്ലിക്കേഷൻ കുട്ടിയുടെ പ്രിഫറൻസ് ടൈമാണ് പരിഗണിക്കുന്നത്. സ്കൂളും ട്യൂഷനും ഒരു സിസ്റ്റത്തിന്റെ പ്രിഫറബിൾ ടൈമാണ് പരിഗണിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ കുഞ്ഞിന് ഏതെങ്കിലും ഒരു ദിവസം ലീവായാൽ അത് ഒരിക്കലും പിറ്റേ ദിവസം സ്കൂളിൽ നിന്നോ ട്യൂഷനിൽ നിന്നോ പാക്കപ്പ് ചെയ്യാൻ കഴിയില്ല. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? നിങ്ങളുടെ കുഞ്ഞിന് ആബ്സെന്റ് വരുന്ന ദിവസങ്ങളുണ്ട്. ക്ലാസ്സിൽ പോയി അറ്റൻഷൻ കിട്ടാത്ത ദിവസങ്ങളുണ്ട്. അറ്റൻഷൻ കിട്ടാത്ത പീരീഡുകളുണ്ട്. ഈ 2 സമയത്തിനും ആൾട്ടർനേറ്റീവായി അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. സ്കൂളിലും ട്യൂഷനിലും എന്ത് ചെയ്യും? എക്സാമിനോടനുബന്ധിച്ച റിവിഷൻ സമയത്ത് വളരെ ബ്രീഫായി അതൊരു പക്ഷെ രണ്ടാമത് പറയും. എക്സാമിന്റെ തൊട്ട് മുമ്പ് ലഭിക്കുന്ന ഈ ബ്രീഫിംഗ് ഒരിക്കലും പഠിക്കാനുള്ള സമയം ലഭിക്കുന്നില്ല. പഠിച്ചത് റിവൈസ് ചെയ്യാനുള്ള സമയം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? രക്ഷിതാക്കളോട് ഇതിന്റെ കൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട വിഷയം ഇതാണ്. എക്സാമിന്റെ സ്റ്റഡി ലീവ് പഠിക്കാനുള്ള സമയമല്ല. പഠിച്ചതിനെ റിമൈൻഡ് ചെയ്ത് റിവൈസ് ചെയ്ത് റിവിഷൻ നടത്തി എക്സാമിലേക്ക് അതിനെ പാക്ക് ചെയ്യാനുള്ള സമയം മാത്രമാണ്. അതുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് കൂടെ പഠിച്ചു പോകണമെന്നുണ്ട് എങ്കിൽ അതിന് ഒന്നാമത് നിങ്ങൾ എന്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണമെന്നതിന്റെ 3 കാരണം പറഞ്ഞു കൊടുക്കുക. ആപ്ലിക്കേഷൻ കുട്ടിയുടെ പ്രിഫറൻസ് ടൈമാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തത്, ഒരു കുഞ്ഞിന് ലീവായാലോ ആ കുഞ്ഞിന് ക്ലാസ് അറ്റൻഷനോടുകൂടി ഇരിക്കാൻ പറ്റാതിരുന്നാലോ ഉള്ള ഓപ്ഷനാണ് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ. മൂന്നാമത്തേത്, ചില വിഷയങ്ങൾ, ചില പാഠങ്ങൾ ഒരിക്കലും ഒരു തവണ കേട്ടത് കൊണ്ട് ഒരു കുഞ്ഞു പഠിക്കില്ല, പഠിക്കാൻ കഴിയില്ല. എല്ലാവർക്കും ഒരുപോലെ എല്ലാ സബ്ജക്റ്റിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ ഒരു കോൺഫിഡൻഷ്യലായ ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഓരോ സബ്ജക്റ്റിനകത്തും ഓരോ പാഠപുസ്തകത്തിനകത്തും ഈസി കണ്ടന്റ്, മിഡിൽ ലെവൽ കണ്ടന്റ് ആൻഡ് ടഫസ്റ്റ് കണ്ടന്റ്, ഇത് 3ഉം ഓരോ ടെക്സ്റ്റ് ബുക്കിലും പാഠങ്ങളെ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനദണ്ഡമാണ്. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റിലും എല്ലാ പാഠവും ഒരുപോലെ പഠിക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകർ ചില വിഷയം ക്ലാസ് എടുക്കുമ്പോൾ ആ പാഠത്തിന്റെ ഇൻട്രോയിൽ പറയും, നമ്മുടെ ബുക്കിൽ ഏറ്റവും ടഫായ ഒരു യൂണിറ്റ് ഇതാണ്. ഓർമ്മയുണ്ടോ? ഏറ്റവും ടഫായ ഒരു യൂണിറ്റ് ഇതാണ് എന്ന് പറയാനുള്ള കാരണം, സിലബസിന്റെ ഫ്രെയിം വർക്കിന്റെ ഭാഗമായി അധ്യാപകർക്കുള്ള ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്. ഈ ഹാൻഡ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ഇതിലെ ടഫസ്റ്റ് ചാപ്റ്റേഴ്സ് എന്നുള്ളത്. യെസ്, ഇത് ഒരിക്കലും ഒരു കുഞ്ഞിന് നോർമൽ ഒരു 1 ടൈം ക്ലാസ് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. ഇതാണ് എന്തുകൊണ്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണമെന്നതിന്റെ മൂന്നാമത്തെ കാരണം. ആ കുഞ്ഞിന് അത് നിരന്തരമായി കേൾക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. പഠിച്ച ഒരു കാര്യത്തെ വീണ്ടും പഠിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു.
ഇൻസ്റ്റയും എഫ് ബിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. ഇൻസ്റ്റയിൽ റൈറ്റിങ്സ് കൂടുതലില്ല, വായിക്കേണ്ട സാഹചര്യം കൂടുതലില്ല, കേൾക്കേണ്ടതും കാണേണ്ടതുമാണുള്ളത്. അതുതന്നെയാണ് ജെൻസി പുതിയ ന്യൂ ജനറേഷന്റെ ഇൻട്രസ്റ്റും ഇസഡ് ജനറേഷന്റെ താല്പര്യവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ അട്രാക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് വായിക്കുന്ന പാഠപുസ്തകങ്ങളല്ല, കേൾക്കുന്ന വീഡിയോസുകളാണ്. ഹലോ, വായിക്കുന്ന പാഠപുസ്തകങ്ങളെക്കാൾ അവർക്കെന്നും ഇൻട്രസ്റ്റ് കേൾക്കുന്ന പുസ്തകങ്ങളാണ്. അതുകൊണ്ട് കേൾക്കുന്ന വീഡിയോസുകളാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തിരിക്കണം. അവിടുത്തെ ഇൻട്രോ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തിരിക്കണം എന്നതാണ് എങ്കിൽ ഇനി ആണ് നമ്മുടെ വിഷയം. 3 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ കൾച്ചറിലേക്ക് വരണം, SSLCയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തിരിക്കണം എന്നതിന്റെ 3 കാരണങ്ങൾ, നാലാമത്തേത് എന്തുകൊണ്ട് നിങ്ങൾ സാൻവോസിറ്റി പർച്ചേസ് ചെയ്തിരിക്കണം എന്നതാണ്. യെസ്, എന്തുകൊണ്ട് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഓരോ സിസ്റ്റത്തിനനുസരിച്ച്, ഹയർ സെക്കൻഡറി ആകുമ്പോൾ അതിന്റെ മാനദണ്ഡം വേറെ ആയിരിക്കും, മാട്രിക്സ് ആകുമ്പോൾ മാനദണ്ഡം വേറെ ആയിരിക്കും. ഇന്ന് നമ്മൾ പറയുന്നത് 10ാം ക്ലാസ്സിനെ കുറിച്ചുള്ളതാണ്. ഇനി എന്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കണം, അത് പറയുന്നതിന് മുൻപ് കോമൺ ആയി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്തുള്ളത് SLC 10ാം ക്ലാസ്സിന്റെ 3 പാക്കേജാണ്. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, താങ്ക് യു. മൂന്നാമത്തെ പാർട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള അവയർനെസ് ആണ്. എന്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നതാണ് മൂന്നാമത്തെ ഭാഗം. അതിന് നമുക്ക് ഏറ്റവും പ്രധാനമായ ചില USP പറയാനുണ്ട്. എന്താണ് USP? യുണീക് സെല്ലിംഗ് പ്രൊപ്പോർഷൻ. നമ്മുടെ പ്രോഡക്റ്റ് എന്തുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം? ഏതൊരു ബിസിനസിന്റെയും ഫോക്കസും അത് തന്നെയാണ്. കാരണം കസ്റ്റമേഴ്സിന് എന്ത് പർച്ചേസിങ്ങിനും ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓപ്ഷൻ ഇല്ലാത്ത പ്രോഡക്റ്റുകൾ വളരെ അപൂർവമാണ്. വളരെ അപൂർവം സെഗ്മെന്റിൽ മാത്രമേ കോമ്പറ്റീഷൻ ഇല്ലാത്തുള്ളൂ. അല്ലാത്ത എല്ലാ സെഗ്മെന്റിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെട്ടാൽ, അത് എത്ര തന്നെ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ശരി, ഒരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും അവിടെ ആളുകൾ അതിന്റെ അടുത്ത കോപ്പി വേർഷൻ അവിടെ മാർക്കറ്റിൽ ആരംഭിക്കും. പക്ഷെ എന്തുകൊണ്ട് ഇതെന്തുകൊണ്ട് ഇതിൽ നിന്ന് യുണീക്കാണ്, വ്യത്യസ്തമാണ് എന്നതാണ് നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ ഭാഗം ഇതിന്റെ ക്വാളിറ്റിയാണ്. ഒന്നാമത്തെ ഭാഗം ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. ഹൈ എൻഡ് ക്വാളിറ്റിയിൽ അതോടൊപ്പം ഏറ്റവും പ്രീമിയം ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ ആണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഐ റിപ്പീറ്റ്, ഹൈ എൻഡ് ക്വാളിറ്റിയും അതോടൊപ്പം ഇപ്പൊ നിങ്ങളൊരു ബയോളജിയുടെ ഒരു ക്ലാസ് എടുത്ത് നോക്കിയാൽ എത്രത്തോളം മനോഹരമായിട്ടാണ് ആ പാഠഭാഗത്തിന്റെ കോൺസെപ്റ്റുകൾ അവിടെ വീഡിയോ പ്രസന്റേഷൻ നടത്തിയത്. ഒരു മാത്സിന്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എടുത്താൽ അവിടെ പഠിപ്പിക്കുന്ന ഓരോ കോൺസെപ്റ്റുകൾ പിക്ചറൈസേഷൻ ചെയ്തുകൊണ്ട്, ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് ഈ പ്രൊഡക്റ്റുകൾ സ്റ്റുഡൻസിലേക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താവുന്ന തരത്തിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. സ്കൂളിലും ട്യൂഷനിലും അധ്യാപകൻ പാഠപുസ്തകത്തിലെ ഒരു ചിത്രം കാണിച്ച് ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ ഒരു വീഡിയോ പ്രസന്റേഷനിലൂടെ ഒരു കാര്യം കാണുമ്പോഴുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഏറെ പ്രധാനമാണ്. അതാണ് നമ്മുടെ പ്രോഡക്റ്റിന് ഒന്നാമത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള USP എന്നുള്ളത്. അതിന്റെ വീഡിയോ ക്വാളിറ്റിയും അതിലെ വീഡിയോ ആൻഡ് പിക്ചറൈസേഷൻ പ്രസന്റേഷനും അത്ര മനോഹരവും ഗ്രാഫിക് ഓറിയന്റഡുമായതാണ്. അതുകൊണ്ട് തന്നെ അത്രയും സുന്ദരമായ രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും ലഭ്യമല്ല. അത് നിങ്ങൾക്ക് ധൈര്യമായി ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്തുകൊണ്ട് സാൻവോസിറ്റി എന്ന പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം അത്ര മനോഹരവും ക്വാളിറ്റിയുള്ളതും അതോടൊപ്പം തന്നെ അത്ര കൂടുതൽ ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ ഉള്ളതുമാണ് ഒന്നാമത്തെ നമ്മുടെ USP. രണ്ടാമത്തെ നമ്മുടെ USP എന്ന് പറയുന്നത് ഇതിലെ ഏത് പ്രോഡക്റ്റുകളാണ് എങ്കിലും ഏറ്റവും റെപ്യൂട്ടഡ് ആയ
ഈ രംഗത്ത് എക്സ്പേർട്ടായി നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്തുള്ള ഫാക്കൽറ്റികൾ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് SLCയെ കുറിച്ചാണ്. ഹൈസ്കൂൾ രംഗത്ത് തന്നെ വർക്ക് ചെയ്യുന്ന നല്ല എക്സ്പേർട്ടുകളായ, നല്ല പ്രസന്റേഷൻ സ്കില്ലുള്ള, നല്ല കണ്ടന്റ് നോളജ് ഉള്ള, ഈ 2 മാനദണ്ഡാണല്ലോ ഇതിലുള്ളത്. കണ്ടന്റ് നോളജും അതുപോലെ തന്നെ പ്രസന്റേഷൻ സ്കില്ലും. ഇത് രണ്ടും ഏറ്റവും മനോഹരമായി നിർവഹിക്കാൻ അറിയുന്ന എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചേഴ്സ് ആണ് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഫാക്കൽറ്റി എന്നതാണ് ഇതിന്റെ രണ്ടാമത്തെ USP. ഒന്നാമത്തെ USP ഹൈ എൻഡ് ക്വാളിറ്റിയും ആനിമേഷനുമാണ് എങ്കിൽ രണ്ടാമത്തെ ക്വാളിറ്റി എക്സ്പീരിയൻസ്ഡ് കണ്ടന്റ് നോളജ് ആൻഡ് ഗുഡ് പ്രസന്റേഷൻ സ്കിൽ. ഇത് മൂന്നുമുള്ള അധ്യാപകരാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് പ്രസന്റേഷൻ നടത്തുന്നത്. ക്ലിയർ? മൂന്നാമത്തെ USP, ഇത്ര കൂടുതൽ വീഡിയോ കണ്ടന്റുകളുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമല്ല. ഇത് നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാവുന്നതാണ്. ഇത്ര കൂടുതൽ വീഡിയോ കണ്ടന്റ് ഉള്ള SSLC മലയാളം മീഡിയമാണ് എങ്കിൽ 278 വീഡിയോകൾ നമുക്ക് അവൈലബിൾ ആണ്. ഐ റിപ്പീറ്റ്, SSLC മലയാളം മീഡിയമാണ് എങ്കിൽ 278 വീഡിയോകൾ. അതിൽ ഓരോ ചാപ്റ്റർ സബ്ജക്ട് ബേസ് വേണമെങ്കിൽ അങ്ങനെയാവാം. ഫിസിക്സിൽ 37 വീഡിയോസുകളുണ്ട്, മാത്സിൽ 50 വീഡിയോസ് ഉണ്ട്, ഹിന്ദിയിൽ 13 വീഡിയോസ് ഉണ്ട്, ജിയോഗ്രഫിയിൽ 14 വീഡിയോസ് ഉണ്ട്, കെമിസ്ട്രിയിൽ 32 വീഡിയോസ്, ബയോളജിയിൽ 44 വീഡിയോ, ഹിസ്റ്ററിയിൽ 43 വീഡിയോ, ഏറ്റവും ലാസ്റ്റ് ഏതാ പറയുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഫിസിക്സ്, മാത്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, ഹിസ്റ്ററി, ബയോളജി, ഇംഗ്ലീഷിൽ 41 വീഡിയോസ്. ഇംഗ്ലീഷിൽ 41 വീഡിയോസ്. ടോട്ടൽ 278. ഓരോ സബ്ജക്റ്റിൽ എത്ര വരുന്നു എന്ന് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാം. ഓക്കെ. ടോട്ടൽ 278 വീഡിയോസ് ആണ് SSLC മലയാളം മീഡിയത്തിന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുള്ളത്. SLC ഇംഗ്ലീഷ് മീഡിയത്തിന് 230 വീഡിയോസും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. 278 വീഡിയോസ് SLC മലയാളം മീഡിയത്തിനും 230 വീഡിയോസ് SLC ഇംഗ്ലീഷ് മീഡിയത്തിനും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇത് രണ്ടും ഒരേ രീതിയിൽ പറയേണ്ടത് ഫാക്കൽറ്റിയിൽ മാത്രമാണ് വ്യത്യാസം. സിലബസ് ഒന്ന്, ഇതാണ് നേരത്തെ ഞാൻ പറയാൻ തുടങ്ങിയിരുന്ന ഒരു ഭാഗം. അത് ഇതാണ്. SSLC കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. അതിന്റെ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും രണ്ടും നമ്മുടെ എയ്ഡഡ് ആൻഡ് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന പാക്കേജാണ്. നമ്മുടെ നാടുകളിൽ 3 ടൈപ്പ് സ്കൂളാണുള്ളത്. ഒന്ന് SLCയിലെ മലയാളം ഡിവിഷൻ, 2 SLCയിലെ ഇംഗ്ലീഷ് ഡിവിഷൻ, മൂന്നാമത്തേത് CBSEയിലെ ഡിവിഷൻ. ഓക്കെ. പിന്നെ അപൂർവം ചില O ലെവൽ സിലബസ് ഉണ്ടാവാം, കോമൺലി നമ്മൾ മീറ്റ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ 3 പാറ്റേണുകളാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് SLCയെ കുറിച്ച് ആയതുകൊണ്ട് ആ ഭാഗം മാത്രം സംസാരിക്കുന്നു. SLC മലയാളം മീഡിയവും SSLC ഇംഗ്ലീഷ് മീഡിയത്തിലും 278ഉം 230ഉം വീഡിയോസ് ഉണ്ട്. ഇതിന്റെ 3 USPകൾ സംസാരിച്ചു. ഒന്നാമത്തെ USP ഹൈ എൻഡ് ക്വാളിറ്റി ആൻഡ് ഗ്രാഫിക് ആണ്. രണ്ടാമത്തെ USP എക്സ്പീരിയൻസ്ഡ് കണ്ടന്റ് ഓറിയന്റഡ് ആൻഡ് ഗുഡ് പ്രസന്റേഷൻ ഉള്ള ഫാക്കൽറ്റിയാണ്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തേത് 278 വീഡിയോസ്. എന്തിനാ 278 വീഡിയോ സംസാരിക്കുന്നത്? ഒരു കുഞ്ഞിന് ഒരു മാസം സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു കുറഞ്ഞ സീസണിൽ അവർക്ക് ക്ലാസ് റെഗുലറായി ഭംഗിയായി നടന്നില്ല. ഇങ്ങനെയൊക്കെ പല പ്രതിസന്ധികൾ ഒരു സ്കൂൾ ഉണ്ടാവും. ചില കുട്ടികൾക്ക് ചില സബ്ജക്റ്റിൽ പ്രശ്നം വന്നു, അതായത് ഒരു ടീച്ചർ പോയി, പകരം മറ്റൊരു ടീച്ചർ പെട്ടെന്ന് എത്തിയില്ല. പിന്നീട് വന്നത് ഒരു മാസത്തിന് ശേഷമാണ്. ആ ഒരു മാസത്തെ അവരങ്ങ് പാക്ക് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെ സാധാരണ സ്കൂളുകൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിനൊക്കെ അവസാനം കാലങ്ങൾ കഴിഞ്ഞാലും ആ ഒരു സബ്ജക്റ്റിന്റെ ഇഷ്യൂസ് അവിടെ പെൻഡിങ് ആയി കിടക്കും. ഒരു കുഞ്ഞ് BSc ബയോളജിക്കാണ് അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷെ 10ാം ക്ലാസ്സിന്റെ ബയോളജിയിൽ അല്ലെങ്കിൽ +2ന്റെ ബയോളജിയിൽ മാർക്ക് കുറവാകുന്നത് എന്നും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബേർഡനുള്ള വിഷയമാണ്.
അവർക്ക് ആ വിഷയത്തിൽ ബേസിക് ആൻഡ് പാഷൻ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് കൂടി ഇതിന്റെ മാർക്കാണ് എന്നതുകൊണ്ട് തന്നെ 9th വരെയുള്ള മാർക്ക് എവിടെയും റെക്കോർഡിക്കലല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് പോയി. ഇപ്പൊ ഫുള്ളായിട്ട് 10th മാർക്ക് തന്നെയാണ് ക്രൈറ്റീരിയ ആയിട്ട് നിലനിൽക്കുന്നത്. പഴയ SLC ബുക്കിലൊക്കെ ഓർമ്മയുണ്ടാവും, 9th മാർക്ക് കൂടി നമ്മുടെ SLC ബുക്കിൽ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. എന്നാൽ ഇപ്പോ അതില്ല. ഇപ്പോ 10th മാത്രമാണുള്ളത്. 9th സ്കൂളിൽ തന്നെ ഉണ്ടാവുമെന്ന് സംശയമാണ്. 278 വീഡിയോസും 230 വീഡിയോസും മലയാളം ആൻഡ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ USP. നാലാമത്തെ നമ്മുടെ USP, ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് 10,000 രൂപയാണ്. ഇതിന്റെ MRP എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഈ പ്രൈസിന്, ഈ ക്വാളിറ്റിയിൽ, ഈ റേഞ്ചിൽ വിൽപ്പന നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. 45,000-നും 30,000-നും ഒക്കെ വിൽക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ പോലും ഇതിന്റെ പകുതി വീഡിയോ കണ്ടന്റുകളെ അവൈലബിൾ ഉള്ളൂ. ഏറ്റവും ന്യൂജൻസ് ആയ പല ടീമുകളുമാണ് അതിനകത്ത് ക്ലാസ് എടുക്കുന്നത്. യെസ്, അവിടുത്തെ വീഡിയോ ഡിസൈനിങ്ങിലും ആനിമേഷനും കൊണ്ട് മാത്രം അതിനെ അട്രാക്ട് ചെയ്ത് നിർത്തുക. അതിൽ ഏറ്റവും അട്രാക്ഷൻ അതിന്റെ പ്രൊമോ വീഡിയോസ് മാത്രമാണ്. നിങ്ങൾ യൂട്യൂബിനകത്ത് പല ഓൺലൈൻ ആപ്ലിക്കേഷനുകളുടെയും പ്രൊമോ വീഡിയോസ് നോക്കൂ, ഒരു രക്ഷയുമില്ലാത്ത പ്രൊമോ വീഡിയോസ് ആണ്. പക്ഷെ ആപ്ലിക്കേഷനകത്ത് കയറിയാൽ അതിന്റെ യാതൊരു ലക്ഷണങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം രണ്ടും രണ്ടാണ്. നമ്മൾ യൂട്യൂബിനകത്ത് ചെയ്തതും ഇതിനകത്തുള്ളതും ഓപ്പൺ ആക്കി വെച്ചതും ലോക്കാക്കി വെച്ചതുമെല്ലാം ഒരേ ക്വാളിറ്റി, ഒരേ ക്രൈറ്റീരിയ, ഒരേ മാനദണ്ഡത്തിൽ ഷൂട്ട് ചെയ്തു തയ്യാറാക്കിയ നമ്മുടെ വീഡിയോസുകളാണ്. യെസ്, ഇതാണ് നമ്മുടെ നാലാമത്തെ USP. 10,000 രൂപക്ക് ഇത്ര വലിയ കണ്ടന്റ് വർത്തുള്ള, ഇത്ര എക്സ്പീരിയൻസിലുള്ള, ഇത്ര ക്വാളിറ്റിയുള്ള, ഇത്ര അനിമേഷനുള്ള ഈ രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ മറ്റൊരാൾക്കും മാർക്കറ്റിൽ ലഭ്യമല്ല. അഞ്ചാമത്തേത്, ഇതിന് നമ്മൾ 50% ഓഫറോട് കൂടിയാണ് നൽകുന്നത്. യെസ്, അതുകൊണ്ട് തന്നെ 10,000 രൂപയുടെ മാർക്കറ്റ് പ്രൈസ് പോലും മാർക്കറ്റിൽ എവിടെയും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം 50% ഓഫർ നമ്മൾ അവരുടെ മുൻപിൽ പിന്നീട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അത്രയും ബെസ്റ്റ് ആയിട്ടാണ് എനിക്കിത് ലഭിക്കുന്നത്. ചീപ്പായിട്ടാണ് എന്ന് നമ്മൾ പറയരുത്, ബെസ്റ്റ് ആയിട്ടാണ്. ചീപ്പ് പ്രോഡക്റ്റ് വിൽക്കാനല്ല നമ്മൾ പോകുന്നത്, ചീപ്പ് പ്രൈസിലല്ല നമ്മൾ കൊടുക്കുന്നത്. അത്രയും ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഇവർക്ക് നൽകുന്നത്. ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ പ്രൈസിലാണ് 5,000 പ്ലസ് GST എന്ന രീതിയിൽ നമ്മൾ അവർക്ക് ഈ പ്രോഡക്റ്റുകൾ നൽകുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ USP. 5 USPകൾ ഞാൻ പറഞ്ഞു. ഈ അഞ്ചാമത്തെ USP കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത്, ഇത്രയുമായാൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി സംസാരിച്ചു. ക്ലിയർ ആണല്ലോ? ഇനിയുള്ളത് അവിടെ ചില ക്ലോസിംഗ് കമന്റുകളാണ്. ആ ക്ലോസിംഗ് കമന്റിൽ ഏറ്റവും പ്രധാനം എന്താ? പ്രയോറിറ്റി മാനേജ്മെന്റ്. ക്ലോസിംഗ് കമന്റിൽ നമ്മൾ സംസാരിക്കേണ്ടത് പ്രയോറിറ്റി മാനേജ്മെന്റ് ആണ്. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഈ വർഷത്തെ പഠനത്തിന് നിങ്ങൾ എന്തൊക്കെ റിസ്ക് എടുക്കുന്നു, എന്തൊക്കെ പണം ചിലവഴിക്കുന്നു, എന്തൊക്കെ പ്രയാസങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നു. എന്നാൽ ഇത് നിങ്ങൾ ഈ വർഷത്തേക്ക് വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻസ് അല്ല, ഇതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഹലോ, ഇതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാനുള്ള കാരണം, MBBS പഠിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന തന്റെ മൂത്ത 2 സഹോദരിമാരും MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്, SLC കഴിഞ്ഞ് സയൻസിന് അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്ത വിദ്യാർത്ഥിക്ക് 2 സബ്ജക്റ്റിലെ സയൻസിലെ 2 സബ്ജക്റ്റിലെ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അവൾ കൊടുത്ത 5 ഓപ്ഷൻസിലും അവൾക്ക് ലഭിച്ചില്ല. അവളുടെ മെഡിക്കൽ എന്ന സ്വപ്നം അവസാനിച്ച് ഹ്യൂമാനിറ്റീസിന്റെ രംഗത്ത് മറ്റൊരു കരിയറുമായി അവൾ ഇപ്പോൾ ചലഞ്ചിലൂടെ മുന്നേറുകയാണ്. ഇതെന്തിനാ പറയുന്നത്? 5,000 രൂപ എന്നുള്ളത് ഒരിക്കലും ഒരു കുഞ്ഞിന്റെ ലൈഫ് ടൈമിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു ഹൈ പ്രൈസ് അല്ല.
ഒരു വർഷം അവർക്ക് വേണ്ടി നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ഒരു നേരം ഒരു പക്ഷേ ആ എമൗണ്ടിന്റെ സാധനം എടുക്കുന്നു. അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ മറ്റു പല എന്റർടൈൻമെന്റുകൾക്കും അതിനേക്കാൾ വലിയ പണം ചിലവഴിക്കുന്നു. അതേ വർഷം സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവാൻ നിങ്ങൾ അതിനേക്കാൾ വലിയ പണം ചിലവഴിക്കുന്നു. യെസ്. എന്നാൽ അതിനേക്കാൾ അഫോർഡബിൾ ആയ ആ ട്രിപ്പ് പോയാൽ ആ കിട്ടുന്ന എൻജോയ്മെന്റ് ആ 3 ഡേയ്സിന് മാത്രമുള്ളതാണ്. ഇവിടെ കിട്ടുന്ന ഈ മാർക്ക് ഇതിനു മാത്രമുള്ളതല്ല. അത് ലൈഫിൽ ഒരു മനുഷ്യന്റെ ഒരു കുഞ്ഞിന്റെ ഫ്യൂച്ചർ ഫിക്സ് ചെയ്യുന്ന, അവരുടെ കരിയർ ഫിക്സ് ചെയ്യുന്ന വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ അവർക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത്. കൺവിൻസിങ്ങിലും ക്ലോസിങ്ങിലും നമ്മൾ പറയേണ്ടത് ഇതിന്റെ പ്രൈസ് ഒരു 1 ഇയർ പ്രൈസ് അല്ല, ഇതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്തുകൊണ്ട്? ഒറ്റ കാരണമേ ഉള്ളൂ. ഈ ആപ്പ് പർച്ചേസ് ചെയ്താൽ ഇതിനകത്തുള്ള 278 വീഡിയോസും കാണുക എന്നുള്ളത് നിങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് അല്ല. അതൊരു കുഞ്ഞിന്റെ ആവശ്യവുമല്ല. ഒന്നുകൂടി, ഒരു കുഞ്ഞിന്റെ ആവശ്യവും അതായിക്കൊള്ളണമെന്നില്ല. കാരണം ഈ മുഴുവൻ വീഡിയോസും കാണേണ്ട ആവശ്യം പർച്ചേസ് ചെയ്യുന്ന ഓരോ കുഞ്ഞിനും ഉണ്ടാവില്ല. അവന്റെ പ്രിഫറബിൾ സബ്ജക്റ്റ് ആണ് അവന് റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടത്. അതിലെ അവൻ കാണുന്നത് അവൻ ഏറ്റവും ടഫസ്റ്റ് ആയ വിഷയം ഫിസിക്സ് ആണ് എങ്കിൽ ആ ഫിസിക്സിന്റെ 37 വീഡിയോസ് ഒരു വീഡിയോ തന്നെ അവൻ മിക്കവാറും 5 തവണ കാണും. യെസ്. 37 വീഡിയോസ് തന്നെ അവൻ 5 തവണ കാണുമ്പോൾ അവൻ അവിടെ തന്നെ 200ഓളം തവണ ആ വീഡിയോസ് കാണുവാനുള്ള അവസരം ലഭ്യമാകുന്നു. ചിലപ്പോ അവന് മാത്സിലെ 2 സബ്ജക്റ്റ് മാത്രമായി 2 ചാപ്റ്റർ മാത്രമായിരിക്കും പ്രശ്നം. അവൻ അത് മാത്രം റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. ഇതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന്റെ പ്രശ്നമുള്ള സബ്ജക്റ്റുകളും ചാപ്റ്ററുകളും ഏതാണോ അതാണ് അവൻ റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടതും അവൻ പഠിക്കേണ്ടതും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആപ്ലിക്കേഷന് മാത്രമേ ലഭ്യമാകൂ, മറ്റൊരു സ്പേസിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നതല്ല. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇനി നിങ്ങളുടെ കുഞ്ഞിന് ഇതിന് ചിലവഴിക്കുന്ന പണം അവന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന 5 വിദ്യാർത്ഥികൾക്ക് റെഫർ ചെയ്താൽ അവന്റെ പഠനം സൗജന്യമാവാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഇവിടെ നിലനിൽക്കുന്നു. ഹലോ, 5 വിദ്യാർത്ഥികൾക്ക് ഞാനിത് പർച്ചേസ് ചെയ്തു, ഇതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്റെ ക്ലാസ്സിലെ 40 വിദ്യാർത്ഥികളിൽ നിന്ന് 5 വിദ്യാർത്ഥികളെ അവൻ ഇതിലേക്ക് കണക്ട് ചെയ്താൽ അവന്റെ പഠനം സൗജന്യമാവാനുള്ള ഓപ്ഷനും ഇവിടെ കിടക്കുന്നു എന്ന റഫറൽ മാർക്കറ്റിംഗിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി താല്പര്യപ്പെടുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയുമാണ് SSLC മലയാളം ആൻഡ് SSLC ഇംഗ്ലീഷ് ഈ 2 വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട് ഇത് ഈ സമയത്ത് ഏറ്റവും ഫസ്റ്റായി പറഞ്ഞു? ഇപ്പോൾ 10ാം ക്ലാസ്സിന്റെ ട്യൂഷൻ ആരംഭിച്ചു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, ഔദ്യോഗികമായ പഠനം ആരംഭിച്ചു. 10ാം ക്ലാസ്സും +2 മാത്രമാണ് വെക്കേഷനിൽ റെഗുലറായി ക്ലാസ് നടക്കുന്ന 2 ചാപ്റ്റർ 2 ഡിവിഷനുകൾ. ക്ലിയർ? 2 ഇയറുകൾ. 10ാം ക്ലാസ്സും +2ന്റെയും +1ന്റെ ട്യൂഷൻ ആരംഭിക്കാനിരിക്കുന്നേ ഉള്ളൂ. ചില ഇടങ്ങളിലൊക്കെ ആരംഭിച്ചു. 10ാം ക്ലാസ്സിൻ്റെത് ഏപ്രിൽ 1 മുതൽ തന്നെ ആരംഭിച്ചു. അതുകൊണ്ട് 10th +2ന്റെയും വിദ്യാർത്ഥികളെ ഏറ്റവും ഈസി ആയി ഫോക്കസ് ചെയ്യാവുന്ന പീക്ക് ടൈമിലാണ് നമ്മളുള്ളത്. ഇനിയും നമ്മൾ അറിയുന്ന കോണ്ടാക്റ്റുകള്, ഫ്രണ്ട്സുകള്, പ്രീവിയസ് സ്കൂൾ അലൂമിനി ഗ്രൂപ്പുകളില്, റിലേറ്റീവ്സുകളില്, നൈബേഴ്സിലൊക്കെ നമ്മൾ പോവാൻ ലേറ്റ് ആയാൽ പിന്നെ നമ്മൾ അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ, അയ്യോ നിങ്ങൾ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ അന്വേഷിച്ച് ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് എന്ന് കേൾക്കുന്നത് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബാരിയർ ആയിരിക്കും. അതിനുള്ള അവസരമില്ലാതിരിക്കണമെങ്കിൽ ദിസ് ദ ബെസ്റ്റ് ടൈം. നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടൈമിലാണ് നമ്മളുള്ളത്. ലിസ്റ്റിംഗ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ കോണ്ടാക്റ്റിലാവണമെന്നില്ല. എവിടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ അവൈലബിൾ ആണോ അവിടെയൊക്കെ നമുക്ക് ഇതിനെ ലിസ്റ്റ് ചെയ്ത് ആ ആളുകൾക്ക് പേഴ്സണലി നമ്മളിത് ഷെയർ ചെയ്ത് ആ രീതിയിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സ്പേസിലേക്കും നമ്മളിത് സ്പ്രെഡ് ചെയ്യുക. ദിസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ലൈഫിൽ നമുക്ക് സ്വപ്നങ്ങളുള്ളത് നേടിയെടുക്കുവാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത്. സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അസാധാരണക്കാരനാക്കാൻ, ഓർഡിനറി ആയ ഒരു മനുഷ്യനെ എക്സ്ട്രാ ഓർഡിനറി ആക്കാൻ ലോകത്ത് ഇന്ന് ഇതിനേക്കാൾ മനോഹരമായ മറ്റൊരു പ്ലാറ്റ്ഫോമോ
മറ്റൊരു സിസ്റ്റമോ മറ്റൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയോ ഇല്ല. അതുകൊണ്ട് ദിസ് ദ ബെസ്റ്റ് ടൈം. നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് ബെസ്റ്റ് ടൈമിലാണ്. നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഇരുന്നത് ബെസ്റ്റ് ടൈമിലാണ്. നമുക്കിത് മാർക്കറ്റ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് നമ്മൾ ഉള്ളത്. ഈ അവസരം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചാൽ ഇത് നമ്മുടെ നാളുകളാണ്. താങ്ക് യു. താങ്ക് യു ഓൾ.